പ്രൈസ് ദി ലോർഡ്. പവർ വിഷൻ വ്യൂവേഴ്സിന് ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. മനോഹരമായിരിക്കുന്ന നല്ല സമയം കർത്താവിൽ എൻ്റെ അനുഭവ സാക്ഷ്യം നിങ്ങളുമായി പങ്കുവെക്കുവാൻ ദൈവം നൽകി തന്ന സമയത്തിനായി ഞാൻ വീണ്ടും ദൈവത്തെ സ്തുതിക്കുന്നു. 1967 ഒരു പുരാതന ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവനാകുന്നു ഞാൻ. എൻ്റെ പേര് ഷാജി. ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ കട്ടപ്പനയ്ക്കടുത്ത് അയ്യപ്പുങ്കോവ് എന്ന് പറയുന്ന സ്ഥലത്ത് ജനിക്കുവാനിടയായി തീർന്നു. 4ാം സ്റ്റാൻഡേർഡ് വരെയും അവിടെ വളർന്നു. കേരളക്കരയെ പ്രകാശപൂരിതമാക്കി തീർക്കുവാൻ പര്യാപ്തമായ വൈദ്യുതിയുടെ ഉൽപ്പാദനം ആവശ്യമായി വന്നപ്പോൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സഹകരണത്തോടുകൂടി നിർമ്മിക്കപ്പെട്ട ഇടുക്കി ഡാമിൻ്റെ പണി പൂർത്തീകരിക്കപ്പെട്ടു. അനന്തരമായി ഡാം കമ്മീഷൻ ചെയ്തപ്പോൾ ആ വെള്ളം കയറി നിറയുന്ന ഭാഗത്തായിരുന്നു ഞങ്ങളുടെ താമസ സ്ഥലം. അതുകൊണ്ട് തന്നെ സർക്കാർ അവിടുന്ന് ഞങ്ങളെ മാറ്റി പാർപ്പിച്ചു. കോട്ടയം ഡിസ്ട്രിക്റ്റിൽ മുണ്ടക്കയത്ത് മടുക്ക എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥലം ലഭിച്ചു. അവിടെ പുനരധിവാസം ആരംഭിച്ചു. 1976, 77, 78 കാലഘട്ടങ്ങൾ ജീവിതത്തിൽ ഒരു വലിയ കയ്പിൻ്റെ അനുഭവങ്ങളായി ആരംഭിച്ചു. 979, 80 കാലഘട്ടം മറക്കുവാൻ കഴിയാത്ത വലിയ വേദനാജനകമായ അനുഭവങ്ങൾ ഞങ്ങൾക്ക് കുടുംബമായി അഭിമുഖീകരിക്കേണ്ടി വന്നു. എൻ്റെ നേരെ ഇളയ ഒരു സഹോദരി അന്ന് കേവലം 3.5 വയസ്സ് പ്രായമുണ്ടായിരുന്നു. അവൾക്ക് പൊടുന്നനെ വേറെ രോഗം പിടിച്ചു. അടുത്തുള്ള ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. നേരത്തോട് നേരമായപ്പോൾ ആ പൈതൽ ഇഹലോകത്തു നിന്ന് മരണം വഴിയായി മാറ്റപ്പെട്ടു. ഞങ്ങൾ കൊച്ചു സഹോദരിയുടെ വേർപാട് മാനസികമായി ഞങ്ങളെ വളരെയധികം തളർത്തി. ആ ദുഃഖത്തിൽ ഞങ്ങൾ തുടരുമ്പോൾ ഏകദേശം 7 മാസം പിന്നിട്ടു. എൻ്റെ നേരെ മൂത്ത സഹോദരൻ കോരുത്തോട് CKM ഹൈസ്കൂളിൽ 8ാം സ്റ്റാൻഡേർഡിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തലവേദന പിടിക്കുവാനിടയായി. അദ്ദേഹത്തിന് ചികിത്സ ലഭിച്ചു. ഫലം ഒരിക്കൽ പോലും ഒരു വിടുതലിലേക്ക് നയിച്ചില്ല. അനന്തരമായി കോട്ടയം മെഡിക്കൽ കോളേജിൽ താൻ അഡ്മിറ്റായി. 17 ദിവസം താൻ അവിടെ കിടന്നു. 17 ദിവസത്തിന് ശേഷമായി താനും മരണം വഴിയായി ഇഹലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. 1 വർഷത്തിൽ 7 മാസത്തിനുള്ളിൽ എൻ്റെ പ്രിയ സഹോദരങ്ങൾ ഇഹലോകത്തു നിന്ന് മാറ്റപ്പെടുകയും കുടുംബത്തിൽ അവശേഷിക്കുന്ന എൻ്റെ മാതാപിതാക്കന്മാർ, മക്കൾ ഉൾപ്പെടുന്ന 7 അംഗങ്ങൾ വിവിധ രോഗങ്ങൾക്ക് അടിമയായി തീർന്നു. രോഗത്തിൻ്റെ സൗഖ്യത്തിനായി പല ഹോസ്പിറ്റലുകൾ ഞങ്ങൾ വിസിറ്റ് ചെയ്തു. വിടുതൽ പ്രാപിക്കുവാൻ കഴിഞ്ഞില്ല. മരണത്തിൻ്റെതായിരിക്കുന്ന ഗന്ധം വീട്ടിൽ നിറഞ്ഞു നിൽക്കുന്നു. 2 പേർ കടന്നുപോയത് ഞങ്ങളെ വളരെ ആശങ്കപ്പെടുത്തി. സകല പ്രിയമുള്ളവർ രോഗികളായി മാറുന്നു. പ്രസ്തുത വിഷയത്തിന്മേൽ ഒരു വിടുതൽ സൗഖ്യം ഞങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. അനവധി ഹോസ്പിറ്റലുകളിൽ കടന്നുപോയി ചികിത്സ തേടി സൗഖ്യം പ്രാപിച്ചില്ല. എല്ലാവരും വിവിധ നിലയിലുള്ള രോഗികളായി തീർന്ന സമയം മനുഷ്യൻ്റെതായിരിക്കുന്ന പ്രയത്നം പരാജയപ്പെടുമ്പോൾ സ്വാഭാവികമായി അവൻ അലൗകികതയിലേക്ക്, ആത്മീയ വിഷയത്തിലേക്ക് തിരിയാറുണ്ട്. അന്ന് ഞങ്ങൾക്കുണ്ടായിരുന്ന വിശ്വാസമനുസരിച്ച് ഒട്ടനവധി പുണ്യ സ്ഥലങ്ങളിൽ സന്ദർശിക്കുകയും നേർച്ചകാഴ്ചകൾ അർപ്പിച്ച് രോഗത്തിൽ നിന്നൊരു പൂർണ്ണമായ വിടുതലിനു വേണ്ടി ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. പക്ഷേ ഞങ്ങളന്ന് വിശ്വസിച്ചിരുന്ന ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്കത് സൗഖ്യം പ്രാപിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. പാലായിൽ രാമപുരത്തിനടുത്ത് വെള്ളപ്പര എന്ന് പറയുന്നൊരു സ്ഥലത്തെ ഒരു ക്ഷേത്രത്തിൻ്റെ പൂജാതികർമ്മങ്ങൾ നിർവഹിക്കുന്ന വ്യക്തിയായിരുന്നു എൻ്റെ ഗ്രാൻഡ് ഫാദർ, എൻ്റെ മുത്തശ്ശൻ. അദ്ദേഹത്തിൻ്റെ പരിശ്രമത്തിലൂടെ ഒരു വിടുതൽ ലഭിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. പക്ഷേ അതും വിഫലമായി തീർന്നു. മരണം മാത്രം ഞങ്ങളുടെ മുൻപിൽ. രോഗത്തിൻ്റെ കഠിനമായ പിടിയിൽ നിന്ന് മോചനം പ്രാപിക്കുവാൻ കഴിയുന്നില്ല. പ്രസ്തുത സാഹചര്യത്തിൽ ഞങ്ങളൊക്കെയും മണ്ണടിയുമെന്നുള്ള ആ വലിയ നിരാശ ഞങ്ങളെ ഭരിച്ചുകൊണ്ടിരുന്നു. എൻ്റെ മാതാവ് ഒടുവിൽ അതികഠിനമായിരിക്കുന്ന തലവേദനയാൽ ബാധ്യതയായി തീർന്നു. താൻ വളരെയധികം മെഡിസിൻ സ്വീകരിച്ചെങ്കിൽ പോലും അതിൽ നിന്നൊരു മോചനം തനിക്ക് ലഭിച്ചിരുന്നില്ല. അസഹ്യമായിരിക്കുന്ന തലവേദന അത് നിമിത്തം താൻ തലയിൽ ചരടൊക്കെ വലിച്ചു കെട്ടിയും വളരെ പവർഫുള്ളായിരിക്കുന്ന പെയിൻ കില്ലേഴ്സ് അത് എണ്ണത്തിലധികം കഴിച്ച് മയക്കത്തിലേക്ക് മറയുന്ന ഒരനുഭവം, അതിൻ്റേതായിരിക്കുന്ന ആ സഡക്ഷൻ വിട്ടുമാറുമ്പോൾ വീണ്ടും താൻ ഉണർന്ന അതികഠിനമായ വേദനയിൽ ഉരുളുകയും നിലവിളിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഈ ദയനീയമായ കാഴ്ച ഞങ്ങൾക്ക് നോക്കി നിൽക്കുവാനല്ലാതെ മറ്റൊന്നും കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഒരു രാത്രി എൻ്റെ മാതാവിന് ബോധ്യമായി, ഇന്ന് രാത്രി ഞാൻ മരിക്കും. അതുകൊണ്ട് തന്നെ ആ സായാഹ്നത്തിൽ ഞങ്ങൾ കുഞ്ഞുങ്ങൾ 5 പേരെയും അടുക്കൽ വിളിച്ചിരുത്തി. ഞങ്ങളുടെ അമ്മ ഞങ്ങൾക്ക് ചുംബനം നൽകി. തൻ്റെ ഹൃദയത്തിൽ വ്യക്തമായി ബോധ്യമായി താൻ മരിക്കുമെന്ന്. ഭിത്തിമേലുള്ള സകല ദൈവങ്ങളുടെ ഫോട്ടോയിൽ നോക്കിക്കൊണ്ട് താൻ നിലവിളിച്ചു, ദൈവമേ,
നിങ്ങൾ ദൈവങ്ങളെന്ന് വിചാരിച്ച നാളുദൂരെ ഞങ്ങൾ നിങ്ങളെ ആരാധിച്ചു. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അനവധി നേർച്ചകാഴ്ചകളൊക്കെയും നൽകി. നിങ്ങൾക്ക് എന്നെ രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല. എൻ്റെ കുഞ്ഞുങ്ങൾ 2 പേർ എനിക്ക് നഷ്ടമായി. ശേഷിക്കുന്ന 5 കുഞ്ഞുങ്ങൾക്ക് തള്ളയില്ലാതായി തീരുമല്ലോ. അതുകൊണ്ട് ദൈവമെന്ന് പറയുന്ന ഒരു ശക്തി, ഒരു സത്യം ഈ ലോകത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ ആ ദൈവം ആരാണെന്ന് എനിക്കറിയണം. ആ ദൈവം ഇന്ന് രാത്രി വെളിപ്പെട്ട് വരണം. ഞാൻ അനുഭവിക്കുന്ന മഹാകഷ്ടത്തിൽ നിന്ന് എന്നെ വിടുവിക്കണം. ഇല്ലെങ്കിൽ നാളത്തെ സൂര്യോദയം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മാതാവ് കിടക്കയിലേക്ക് വീണു. ഞങ്ങൾ ചുറ്റും ഇരുന്ന് കരഞ്ഞു. രാത്രി വളരെ കനത്തു. ഞങ്ങൾ ഉറക്കത്തിലേക്ക് പ്രവേശിച്ചു. എന്നാൽ അന്ന് രാത്രി ഏകദേശം 3 മണി സമയമായപ്പോൾ ഒരു വലിയ സംഭവം എൻ്റെ മാതാവിൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുവാനിടയായി തീർന്നു. 3 മണി സമയമായപ്പോൾ എന്തോ ഒരു അലൗകികമായ സ്പർശനം തൻ്റെ ശരീരത്തിൽ സംഭവിക്കുന്നതായിട്ട് ബോധ്യമായി. അർത്ഥമയക്കത്തിലായിരുന്നു എൻ്റെ മാതാവ് ഉണർന്നു. അതെന്താണെന്ന് അറിയുവാനായി താൻ കരംകുത്തി എഴുന്നേറ്റ് നോക്കിയപ്പോൾ താൻ വിശ്രമിക്കുന്ന റൂമിൻ്റെ ഉള്ളിൽ ഒരു വലിയ പ്രകാശത്തിൻ്റെതായിരിക്കുന്ന അനുഭവം ചുറ്റുമിന്നുകയാണ്. ഈ പ്രകാശം വരുന്ന ദിശയിലേക്ക് എൻ്റെ മാതാവ് തല തിരിച്ചപ്പോൾ ഒരിക്കലും വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. അവിടെ കണ്ട കാഴ്ച ഇങ്ങനെയായിരുന്നു. ഇന്നേക്ക് 2000-ൽ പരം വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യവർഗത്തിൻ്റെ ഭാവത്തെ ചുമന്നൊഴിക്കുവാൻ കള്ളന്മാരുടെ മധ്യത്തിൽ ക്രൂശിതനായി കിടക്കുന്ന നസ്രയനായിരിക്കുന്ന യേശുവിൻ്റെ ക്രൂശിത ദർശനം. താൻ അതിലേക്ക് സാഗൂതം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കരം നീണ്ടുവരികയും എൻ്റെ മാതാവിൻ്റെ ശിരസിന്മേൽ തൊടുകുവാനിടയായി തീർന്നു. പ്രസ്തുത സമയം തൻ്റെ ശരീരത്തിലൂടെ വൈദ്യുത് പ്രവാഹം സംഭവിക്കുന്ന പോലെ ഒരു അനുഭവം. എന്താണെന്നറിയാതെ താൻ മിഴിച്ചിരിക്കുമ്പോൾ തൻ്റെ ശരീരത്തിൽ എന്തോ വഴിഞ്ഞു മാറുന്നു. തൻ്റെ തലവേദന മാറി. ശരീരത്തിലൊരു പുതുബലം പ്രാപിച്ചു. ചാടി എഴുന്നേറ്റ എൻ്റെ മാതാവ് ഉടൻ തന്നെ തൊട്ടടുത്ത് റൂമിൽ വിശ്രമിക്കുന്ന എൻ്റെ പിതാവിനെ തട്ടി ഉണർത്തി അദ്ദേഹത്തോട് പറയുവാനിടയായി തീർന്നു, ഞാൻ യേശുവിനെ കണ്ടു. യേശു എൻ്റെ അടുക്കൽ വന്നു. യേശുവിനെ തൊട്ടു. യേശു എനിക്ക് സൗഖ്യം നൽകി. ഉറക്കച്ചടവോടെ ഉണർന്നതായ എൻ്റെ പിതാവിന് എൻ്റെ മാതാവിൽ നിന്ന് കേൾക്കപ്പെട്ടതായ വാർത്ത ഒട്ടും തന്നെ സുഖകരമായിരുന്നില്ല. അദ്ദേഹം എൻ്റെ മാതാവിൻ്റെതായ പ്രസ്താവനയെ നിഷേധിച്ചുകൊണ്ട് പറയുവാനിടയായി തീർന്നു, യേശു ക്രിസ്ത്യാനിയുള്ള ദൈവമാകുന്നു. ഇത് നിൻ്റെ മനസ്സിൻ്റെ വികല്പമാണ്. മര്യാദയ്ക്ക് പോയി കിടന്നുറങ്ങിക്കൊള്ളുവിൻ. ഈ സാക്ഷ്യത്തോടനുബന്ധിച്ച് എൻ്റെ ശ്രോതാക്കളോട് ഞാൻ പങ്കുവെക്കുന്നു, യേശു ഒരിക്കലും ക്രിസ്ത്യാനികളുടേതായ ദൈവമല്ല, ക്രിസ്തീയ മതത്തിൻ്റെ ഉൽപ്പന്നവുമല്ല. അതിലുപരിയായി ദൈവവചനത്തിൽ ഇങ്ങനെ വ്യക്തമാക്കിയിരിക്കുന്നു, അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു, ആധിപത്യം അവൻ്റെ തോളിൽ വഹിക്കുന്നു. പോരാ, സമസ്ത മനുഷ്യരും പാപികളായി പാപത്തിൻ്റെ പരിണത ഫലത്താൽ രോഗികളായി തീരുകയും രോഗം മരണത്തിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിച്ചപ്പോൾ ആ രോഗത്തിൻ്റെ പിടിയിൽ നിന്നും മരണത്തിൽ നിന്നും രക്ഷിക്കുവാൻ കർത്താവായ യേശു ജഡാവതാരം എടുത്തു വന്നു. സമസ്ത മനുഷ്യരുടെയും പാപത്തെ തൻ്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ ക്രൂശിലേറി. ദൈവവചനത്തിൽ വായിക്കുന്നു, അവൻ്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു. എൻ്റെ മാതാവിൻ്റെ ജീവിതത്തിൽ അന്ന് രാത്രി ശിരസിന്മേൽ സ്പർശിക്കപ്പെട്ട അണിപ്പഴുതേറ്റതായ കരം അതിൻ്റെ പൊരുളായിരുന്നുവെന്ന് അറിയുവാൻ ഞങ്ങൾ വളരെ വൈകി. മാതാവ് വീണ്ടും മടങ്ങിപ്പോയി കിടക്കയിലായിരുന്നു. എന്നാൽ ചില നാളുകൾ കഴിഞ്ഞു. തൻ്റെ ഉള്ളിൽ ഈ ചിന്ത ഭരിച്ചുകൊണ്ടിരുന്നു. എന്നാൽ വീണ്ടും താൻ തളർന്നവശയായി. ഒരു രാത്രി എൻ്റെ പിതാവിൻ്റെ അടുക്കൽ ചെന്നിട്ട് താൻ കരം കൂപ്പി പറയുവാനിടയായി തീർന്നു, എൻ്റെ പ്രാർത്ഥന ഇതായിരുന്നു, ആരാണ് ദൈവം? ആ ദൈവത്തെ എനിക്കറിയണം. സർവശക്തനായിരിക്കുന്ന ഒരു ദൈവം ഈ സർവ്വലോകത്തെയും ഭരിക്കുന്നു. അവൻ്റെതായ അധികാരത്തിന് കീഴിൽ ലോകം മുൻപോട്ട് നീങ്ങുന്നു. ആ യാഥാർത്ഥ്യം യേശുവാണ് എന്നുള്ള സത്യം ഞാൻ ഗ്രഹിച്ചു. ഇനി ഞാൻ ജീവിച്ചിരിക്കണമെങ്കിൽ ഈ ദൈവത്തിൻ്റെതായിരിക്കുന്ന പിന്നാലെ പോകുവാൻ എന്നെ അനുവദിക്കണം. മുൻകോപിയും ധാർഷ്ട്യക്കാരനുമായ എൻ്റെ പിതാവ് ഒരു വാക്ക് എതിരായി ഉരിയാടിയില്ല. പിറ്റേ പ്രഭാതം ഞങ്ങൾ കുഞ്ഞുങ്ങൾ 5 പേരെയും എൻ്റെ മാതാവിനെയും കൂട്ടിക്കൊണ്ട് അദ്ദേഹം ഭവനത്തിൽ നിന്ന് യാത്ര തിരിച്ചു. ഞങ്ങൾക്ക് മനസ്സിലായില്ല എൻ്റെ പിതാവ് ഞങ്ങളെ എങ്ങോട്ടേക്കാകുന്നു കൊണ്ടുപോകുന്നതെന്ന്. ഒരു ബസ്സിൽ കയറി വളരെ വിദൂരം യാത്ര ചെയ്തു. തൻ്റെ അറിവനുസരിച്ച് താൻ ഒരു പ്രാർത്ഥനാലയത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോവുകയായിരുന്നു. അന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. 3 നൂറ്റാണ്ടിൽ അധികമായി ബ്രിട്ടീഷ് ആധിപത്യത്തിലായിരുന്ന ഇന്ത്യ മോചനം പ്രാപിച്ചതിൻ്റെ ഓർമ്മ ഭാരതീയരൊക്കെയും കൊണ്ടാടുന്ന ഓഗസ്റ്റ് 15 ആയിരുന്നു. ആ ഓഗസ്റ്റ് 15-ന് ഇന്ത്യ മഹാരാജ്യത്തിലെ സമസ്ത ജനവും ആ സ്വാതന്ത്ര്യത്തിൻ്റെ ഓർമ്മയിൽ സന്തോഷിക്കുമ്പോൾ പിതാക്കന്മാരുടെ കാലം മുതൽ ചെയ്തു കൂട്ടിയ വലിയ പാപത്തിൻ്റെ ഭാണ്ഡവും ഞങ്ങളുടെ ചുമലിലേറ്റിക്കൊണ്ട് ഞങ്ങൾ അടുത്തുള്ളതായിരിക്കുന്ന ദേവാലയത്തിലേക്ക് പിതാവിൻ്റെതായ ആ ഗൈഡൻസ് അനുസരിച്ച് യാത്ര ചെയ്തു.
ഞങ്ങൾ ആ ദേവാലയത്തിൻ്റെ അടുക്കിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൂരവേ നിന്ന് കേൾക്കുവാൻ കഴിയുന്നു, ജനം ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്നു. ദൈവദാസന്മാർ പരിശുദ്ധാത്മാവിൽ ശുശ്രൂഷ ചെയ്യുന്നു. ഞങ്ങൾ ഒട്ടും തന്നെ അധൈര്യപ്പെട്ടില്ല. ആ ദേവാലയത്തിൻ്റെ സ്റ്റെപ്പുകൾ കയറി 1, 2, 3 മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് കയറുമ്പോൾ എൻ്റെ മാതാവിനെ ഏതോ ഒരു അദൃശ്യ ശക്തി ഹോളിൻ്റെ ഉള്ളിലേക്ക് വലിച്ചെറിയുന്നതായിട്ടാണ് ഞങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞത്. ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. ഞങ്ങൾ നോക്കി നിൽക്കുന്ന ആ സമയത്ത് എൻ്റെ മാതാവ് ഉരുളുകയും അലറുകയും നിലവിളിക്കുകയും ചെയ്യുവാനിടയായിത്തീർന്നു. ആ സമയത്ത് പുൾപിറ്റിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന കർത്തൃദാസൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞെൻ്റെ മാതാവിൻ്റെ നേരെ വിരൽ ചൂണ്ടി ഇങ്ങനെ വിളിച്ചു പറയുവാനിടയായിത്തീർന്നു, നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ വ്യാപരിച്ചിരിക്കുന്ന സകല പൈശാചിക ശക്തികളും വിട്ടുമാറട്ടെ. തൽക്ഷണം എൻ്റെ മാതാവ് സുബോധത്തിലേക്ക് മടങ്ങി വന്നു. താൻ എഴുന്നേറ്റിരിക്കുവാൻ ഇടയായിത്തീർന്നു. ഞങ്ങൾക്കൊരു സത്യം മനസ്സിലായി, ഈ അഖിലാണ്ടത്തെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെതായ ഏകപുത്രൻ കർത്താവായ യേശുവാകുന്നു. യേശുവിൻ്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഭൂതങ്ങൾ പുറപ്പെട്ടു പോകുന്നു. ഈ ഒരു അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ കാരണമായി. അന്ന് എനിക്ക് കേവലം 13 വയസ്സ്. എൻ്റെ ഹൃദയത്തിൽ ഞാൻ ഈ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചു. മാത്രമല്ല, ഈ യേശുവിന് വേണ്ടിയിട്ട് ജീവിക്കുമ്പോൾ കർത്താവിന് വേണ്ടി സാക്ഷ്യം പറയുവാനായി എന്നെ തന്നെ സമർപ്പിച്ചു. എൻ്റെ സ്കൂൾ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷമായി തിരുവല്ലയിലുള്ളതായിരിക്കുന്ന ഒരു ബൈബിൾ സെമിനാരിയിൽ തിരുവചനം പഠിക്കുവാൻ കർത്താവ് ഭാഗ്യം നൽകി. അവിടുത്തെ പഠനം പൂർത്തീകരിച്ച് കൊണ്ടിരിക്കുന്ന സമയത്ത് നേപ്പാളിൽ നിന്ന് കടന്നു വന്നൊരു മിഷണറി നേപ്പാളിനെയും നോർത്ത് ഇന്ത്യയും സംബന്ധിച്ചുള്ള വിവരണം നൽകിയപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വലിയ ചൂട് പിടിക്കുവാനിടയായിത്തീർന്നു. കാരണം ഭാരതം പുരാതന കാലം മുതൽ തന്നെ ഒരു ഗുരുസ്ഥാനം അലങ്കരിക്കുന്ന രാജ്യമാണ്. ഈശ്വര വിശ്വാസത്തിൽ അതൊട്ടും തന്നെ പിന്നിലല്ല. മുനീവരന്മാരുടെ കാലം മുതൽ അവരൊരു സത്യാന്വേഷണത്തിൻ്റെ പാതയിലായിരുന്നു. ആ സത്യാന്വേഷണം ഈ പ്രപഞ്ചത്തെ നയിക്കുന്ന ഒരു പരാശക്തിയുണ്ട്. ആ പരാശക്തി എന്താണെന്ന് അറിയുവാനുള്ള ആഗ്രഹം നിമിത്തമായി ഹിമാലയ സാനുക്കളുടെ ഉയരങ്ങളിലേക്ക് കയറിപ്പോയി അവർ തപസ്സനുഷ്ഠിച്ചു. ദീർഘകാലം വേറിട്ടിരുന്നിട്ടും അവരുടെ അന്വേഷണത്തിന് ഉത്തരം ലഭിക്കാതെ അവർ ആ പർവ്വത തിരകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയപ്പോൾ ശോകാർദ്രമായ അനുഭവത്തിൽ അവരുടെ നിരാശ ശ്ലോകമായി പുറപ്പെട്ടപ്പോൾ അവർ ഇങ്ങനെ പാടുവാനിടയായിത്തീർന്നു, തമസോമ ജ്യോതിർഗമയ, മൃത്യോമ അമൃതംഗമയ, അസത്വമ സത്യംഗമയ. ഞങ്ങൾ ഇരുളിലാകുന്നു, വെളിച്ചത്തിലേക്ക് നയിക്കണം. ഞങ്ങൾ അസത്യത്തിലാകുന്നു, ഞങ്ങളെ സത്യത്തിലേക്ക് നയിക്കണം. ഞങ്ങൾ മരണത്തിലാകുന്നു, ഞങ്ങളെ ജീവങ്കിലേക്ക് നയിക്കണം. പ്രിയരെ, നൂറ്റാണ്ടുകളായി ഇന്നും ഭാരതാംബയുടെ മടിത്തട്ടിൽ ജനിച്ചു വളർത്തപ്പെടുന്ന സകല ഭാരതീയരും ഈ ശ്ലോകം ഏറ്റുപാടുമ്പോൾ ഇതിന് വ്യക്തമായിരിക്കുന്ന ഉത്തരവുമായി കാലഘട്ടത്തെ രണ്ടായി തിരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഏകജാതൻ കാലസമ്പൂർണതയിൽ കന്യക മറിയത്തിലൂടെ ലോകത്തിൽ പ്രവേശിച്ചു. ഭാരതീയ ജനത, ഭാരതീയ മുനീവരന്മാർ, ഭാരതീയ ഗുരുക്കന്മാർ ചോദിച്ച ചോദ്യത്തിനൊക്കെയും ഉത്തരം അവൻ തന്നെയായിരുന്നു. ഇവിടുത്തെ ചോദ്യം ഇതായിരുന്നു, ഞങ്ങൾ അസത്യത്തിലാ, സത്യത്തിലേക്ക് നയിക്കണം. യേശു ലോകത്തെ നോക്കി വിളിച്ചു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഇവിടെ നാം വീണ്ടും വായിക്കുന്നത് കേൾക്കുന്നത് ഇങ്ങനെയാകുന്നു, ഞങ്ങൾ ഇരുളിലാകുന്നു, വെളിച്ചത്തിലേക്ക് ഞങ്ങളെ നയിക്കണം. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. വീണ്ടും നാം ഇങ്ങനെയാകുന്നു കേട്ടത്, ഞങ്ങൾ മരണത്തിലാകുന്നു, ഞങ്ങളെ ജീവങ്കിലേക്ക് നയിക്കണം. കർത്താവ് ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ പറയുവാനിടയായിത്തീർന്നു, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെയെങ്കിൽ ഈ സത്യം കഴിഞ്ഞ 2000 വർഷമായിട്ട് ഈ ലോകത്തിൽ വ്യക്തമായി പ്രചരിക്കപ്പെടുമ്പോൾ ഭാരതീയ സുവിശേഷീകരണത്തിൽ ഭാഗവാക്കായി തീരുവാൻ ദൈവമേ നീ എന്നെ അയക്കണമേ എന്ന് പ്രാർത്ഥനയിൽ സ്വർഗത്തിലെ ദൈവം എന്നെ ആ തിരുവചനം കൂടുതലായി പഠിച്ച് ഈ സാക്ഷ്യത്തിന് വേണ്ടി ഭാരതത്തിൻ്റെ പല സ്റ്റേറ്റുകളിലേക്ക് അയക്കുവാൻ അയച്ചു. 1989 ഡൽഹിയിലുള്ളതായ ഏഷ്യൻ തിയോളജിക്കൽ സെമിനാരിയിൽ പ്രവേശിച്ച് എൻ്റെ ഉപരിപഠനം അവിടെ പൂർത്തീകരിച്ചു. തുടർന്നുള്ളതായിരിക്കുന്ന നാളുകളിൽ ഇന്ത്യയുടെ ഒട്ടുമിക്ക സ്റ്റേറ്റുകൾ ചുറ്റി സഞ്ചരിച്ച് ഈ കർത്താവിനെ സാക്ഷ്യം പറയുവാൻ ദൈവമായിരിക്കുന്ന കർത്താവ് ഇടയാക്കി. എന്നാൽ 1995 വീണ്ടും ഞാൻ എൻ്റെ ജന്മദേശമായിരിക്കുന്ന കേരളത്തിലേക്ക് മടങ്ങി വന്ന് കർത്താവിൻ്റെ മഹനീയമായ വേലയിൽ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരുന്നു. 1998 ഞാൻ വിവാഹിതനായി. അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു ജീവിത സഖിയെ കർത്താവ് എനിക്ക് നൽകി. 2000 ജനുവരി മാസം 24-ാം തീയതി ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ദൈവം സന്തോഷത്തിന് വകയായി ഒരു പെൺപൈതലിനെ നൽകുവാനിടയായിത്തീർന്നു. അവളോട് വരവോടുകൂടി വീണ്ടും ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളെ ഞങ്ങൾ അഭിമുഖീകരിക്കുകയായിരുന്നു. എന്നാൽ
സകല പ്രശ്നങ്ങൾക്കും പരിഹാരം കർത്താവായ യേശുവാകുന്നു. നാം ഏത് വിഷയത്തിന്മേൽ ഭാരപ്പെട്ടിരുന്നാലും ദൈവം യഥാസമയത്ത് അവൻ്റെ വചനത്തിലൂടെ നമ്മോട് ഇടപെടുവാൻ ഇടയായിത്തീരും. എൻ്റെ സാക്ഷ്യം ഞാൻ തുടരുമ്പോൾ ഇന്ന് ഞാൻ എൻ്റെ സാക്ഷ്യത്തിന് വളരെ ഉപോത്ബലകമായൊരു തിരുവചനം വായിച്ചുകൊണ്ടതിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോസ്തലനായിരിക്കുന്ന വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടി അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. ദൈവത്തിൽ വിശ്വസിച്ച കർത്താവിൻ്റെ പൈതങ്ങളായിത്തീരുന്ന വിശുദ്ധന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ ദേശം നമുക്ക് ഒരിക്കൽ പോലും അനുയോജ്യമല്ലാത്തതാകയാൽ, നാം വരും രാജ്യത്തിനായി കാത്തിരിക്കുന്നവരാകയാൽ ഇവിടെ നാം പാർക്കുമ്പോൾ നമുക്ക് വിവിധ പരീക്ഷകളുണ്ട്. പരീക്ഷകൾ ഒരിക്കൽ പോലും മനുഷ്യജീവിതത്തിൽ അവനെ തകർക്കുവാനായിട്ടല്ല, അതിലുപരിയായി ആ പരീക്ഷയ്ക്ക് പിന്നിൽ ഉദ്ദേശമുണ്ട്. ദൈവിക വചനത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: പരീക്ഷ സഹിക്കുന്നവൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തികഞ്ഞ ശേഷം ദൈവം താൻ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്ന ജീവകിരീടം പ്രാപിക്കും. പരീക്ഷയിലൂടെ കടന്നു പോകുന്നവർ ദൈവം അത് നൽകിയിരിക്കുന്നത് ഒരു പ്രമോഷന് വേണ്ടി അല്ലെങ്കിൽ ഒരു പ്രതിഫലത്തിന് വേണ്ടിയിട്ടാകുന്നു. ഈ സത്യം തിരിച്ചറിയുക. യേശു ഒരിക്കലും പരീക്ഷ മാറിപ്പോകുവാൻ തൻ്റെ ശിഷ്യവൃന്ദങ്ങളെ പഠിപ്പിച്ചില്ല. അവൻ പഠിപ്പിച്ചത് ഇങ്ങനെയാകുന്നു: പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിപ്പീൻ. ഓരോ വ്യക്തിയുടെ വിശ്വാസ ജീവിതത്തിന് അനുയോജ്യമായ നിലയിലായിരിക്കാം പരീക്ഷകൾ കടന്നു വരുന്നത്. ആ വിശ്വാസത്തിൻ്റെ തലമനുസരിച്ച് പരീക്ഷകൾ കടന്നു വരുമ്പോൾ പരീക്ഷയിൽ സകല പരീക്ഷയിലും ജയിച്ചൊരു കർത്താവ് നമ്മോടുകൂടിയുണ്ട്. അവൻ അതിൽ വിജയം നൽകുവാൻ ഇടയായിത്തീരും. 2000 ആയപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊരു പരീക്ഷയിലേക്ക് ഞാൻ നടത്തപ്പെടുകയായിരുന്നു. എൻ്റെ ജീവിതത്തിൽ കർത്താവ് ഞങ്ങൾക്ക് ദാനമായി നൽകിയ പെൺപൈതൽ, അവളുടെ വരവ് വലിയ സന്തോഷമായിരുന്നുവെങ്കിലും 3 മാസം കഴിഞ്ഞപ്പോഴാകുന്നു ഞങ്ങൾക്ക് ആ സത്യം തിരിച്ചറിഞ്ഞത്: എൻ്റെ പൈതൽ ഒരു മഹാരോഗത്തിന് ഉടമയാകുന്നുവെന്ന്. അസ്ഥികൾക്കുള്ളിൽ മജ്ജയില്ലാതെ കൂടെ കൂടെ ഒടിയുന്ന ഒരു മഹാരോഗത്തിന് അടിമയായിരുന്നു. അവളുടെ ജന്മത്തിൽ തന്നെ ഇടതുകാല് അല്പം വളഞ്ഞിരുന്നു. അത് കുളിപ്പിച്ച് പിൽക്കാലത്ത് നേരെയാകുമെന്നൊക്കെയും മുതിർന്നവർ ഉപദേശിച്ചു. ഞങ്ങളത് സ്വീകരിച്ചു. എന്നാൽ എവിടെയെങ്കിലും യാത്ര ചെയ്ത് മടങ്ങി വരുമ്പോൾ കുഞ്ഞ് വാവിട്ട് നിലവിളിക്കും. എന്താ രഹസ്യമെന്ന് അറിയുന്നില്ല. ഒരു സമയത്ത് ഞങ്ങളൊരു യാത്ര കഴിഞ്ഞ് മടങ്ങി വന്നു. ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി. എന്നാൽ പിറ്റേ ദിവസം എറണാകുളത്തേക്ക് ഞാൻ മടങ്ങിപ്പോയി. അവിടെ ഞാൻ ദൈവവചനം പഠിപ്പിച്ചുകൊണ്ടിരുന്നു. എന്നാൽ എൻ്റെ കുഞ്ഞിൻ്റെ കാല് നീര് വെച്ച് വികസിച്ചു. അടുത്ത മുണ്ടക്കയത്ത് പീഡിയാട്രീഷ്യൻ ഡോക്ടർ ബിജു വൈസലിനെ എൻ്റെ കുഞ്ഞിനെ കൊണ്ട് കാണിച്ചു. അദ്ദേഹം നീര് വെറ്റുവാൻ ടാബ്ലറ്റ് നൽകി എക്സ്റേ എടുക്കുവാനായിട്ട് നിർദ്ദേശിച്ചു. എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ ആണ് മനസ്സിലായത് ഈ കുഞ്ഞിൻ്റെ ഇടതുകാലിൻ്റെ മുട്ടിന് താഴ്വശം ഒടിഞ്ഞ് അകന്ന് ദ്രവിച്ചിരിക്കുന്നു. ഇതെപ്പോൾ സംഭവിച്ചെന്നോ എങ്ങനെ സംഭവിച്ചെന്നോ ഞങ്ങൾക്കറിഞ്ഞുകൂടാ. ഈ വേദന നിമിത്തമാണ് കുഞ്ഞ് വാവിട്ട് നിലവിളിച്ചത് എന്ന് അപ്പോൾ മാത്രമാണ് ഞങ്ങൾക്ക് അറിയുവാൻ കഴിഞ്ഞത്. കുഞ്ഞിനെ കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു. ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഓർത്തോ ഡോക്ടർ KR മോഹനൻ എൻ്റെ കുഞ്ഞിനെ പരിശോധിച്ചു. അനന്തരമായി അദ്ദേഹം എന്നോട് പറയുവാനിടയായിട്ടുണ്ട്: നിങ്ങൾ കുഞ്ഞിൻ്റെ പിതാവാണ്, യാഥാർത്ഥ്യമായി പൊരുത്തപ്പെടണം. ഈ കുഞ്ഞിൻ്റെ അസ്ഥികൾക്കുള്ളിലൊന്നും മജ്ജയില്ല. അതുകൊണ്ട് ഈ കുഞ്ഞ് ഉളവായതുപോലെ തന്നെ മരിക്കുന്നത് വരെ കിടക്കും. അവൾ വളരുകയില്ല. മറ്റു പ്രതിവിധികളൊന്നുമില്ല. വൈദ്യശാസ്ത്രം എൻ്റെ കുഞ്ഞിൻ്റെ ഈ രോഗാവസ്ഥയ്ക്ക് മുൻപിൽ കൈമലർത്തി നിസ്സഹനായി തീർന്ന ഞാൻ നിറമിഴികളിലൂടെ എൻ്റെ കുഞ്ഞിനെ എടുത്ത് തോളിലിട്ട് കണ്ണുനീർ വാരിയെറിഞ്ഞ് എൻ്റെ വീട്ടിലെത്തി. എൻ്റെ സങ്കടം എനിക്ക് സഹിക്കുവാൻ കഴിയില്ലായിരുന്നു. എൻ്റെ സഹോദരങ്ങൾ 2 പേർ മാറ്റപ്പെട്ടതിന് ശേഷം വീണ്ടും ഒരു മരണവീടിൻ്റെ അനുഭവമായി മാറി എൻ്റെ കുടുംബം. ഞങ്ങൾ എൻ്റെ കുഞ്ഞിൻ്റെ ദുരവസ്ഥയിൽ നിലവിളിച്ചു, ദൈവത്തിൻ്റെ സന്നിധിയിൽ ആശ്രയിച്ചു. പിറ്റേ പ്രഭാതം ഞാൻ എൻ്റെ പ്രവർത്തനത്തിൽ ബോധവാനായതുകൊണ്ട് തിരുവചനം പഠിപ്പിക്കുവാൻ എറണാകുളത്തേക്ക് പോയി. ദൈവവചനം പഠിപ്പിക്കുവാനായി എൻ്റെ വേദവിദ്യാർത്ഥികളുടെ മുൻപാകെ ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ മുഖത്തെ കഥനഭാരം കണ്ടുകൊണ്ട് അവർ ചോദിച്ചു: ദേവദാസിനെ, എന്താ വിഷയം? ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാരം അവരുമായി പങ്കുവച്ചു. അവർ എന്നോട് പറഞ്ഞു: ഇനി നമുക്ക് ക്ലാസ് വേണ്ട, നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെ ഉണ്ടായിരുന്ന ബെഞ്ചും ഡെസ്കും എല്ലാം മാറ്റി പായ് വിരിച്ച് അവിടെയുള്ള വേദവിദ്യാർത്ഥികളും ഞാനും വൃത്തത്തിലിരുന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയം എൻ്റെ ഹൃദയം വേദനയാൽ നിറഞ്ഞു. ഈ സന്ദർഭത്തിൽ ഒരു സഹോദരി പരിശുദ്ധാത്മാവിൽ എന്നോട് പറഞ്ഞു: ദേവദാസനെ, നീ ആയിരിക്കുന്ന വിഷയത്തിന്മേൽ
ദൈവത്തിൻ്റെതായിരിക്കുന്ന പ്രവൃത്തി വെളിപ്പെടുന്നത് ഞാൻ കാണുന്നു. എനിക്കത് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവ് ഇത് എന്നോട് തന്നെയോ? ആ സമയം എൻ്റെ ദൈവം എന്നോട് സംസാരിച്ചു, അതേ മകനെ, നിന്നോട് തന്നെ. അപ്പോൾ ഒരു തിരുവെഴുത്തിൻ്റെ ഉള്ളിലേക്ക് പ്രകാശിച്ചു. ആ വചനമാകുന്നു ഞാൻ ആദ്യം വായിച്ചത്. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയാത്തതിന് മീതെ ഭവിപ്പാൻ സമ്മതിക്കാതെ പരീക്ഷയോടുകൂടി പോക്ക് വഴിയൊരുക്കും. ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, അതെങ്ങനെ സംഭവിക്കും? ദൈവത്തിൻ്റെ ആത്മാവിനോട് ഇടപെട്ടു, അത് ആരാധനയിലൂടെ സംഭവിക്കുവാനിടയായി തീരും. എൻ്റെ ഈ വാക്കുകളെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയമുള്ളവർ, പരീക്ഷകളുടേതായ മുഖം വിവിധ നിലയിലാണ്. രോഗമാകാം, കടമാകാം, മറ്റ് ചില പ്രതിസന്ധികളാകാം. എന്നാൽ അവയുടെ മുൻപിൽ അതിനെ വലിയ പർവ്വത സമാനമായി കണ്ടുകൊണ്ട് ദുഃഖിച്ചിരിക്കുവാനല്ല നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നു അവയെല്ലാം മാറ്റിവെച്ച് കർത്താവിനെ ആരാധിക്കുവാൻ. ഞാൻ ദൈവസന്നിധിയിൽ നിന്ന് എഴുന്നേറ്റു. ഒരു 21 ദിവസം പൂർണ്ണമായി ഉപവസിച്ചു. ആ ദിവസങ്ങളൊക്കെ ഇവൻ്റെ പൈതലിനെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. അനന്തരമായി ഞാൻ ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങി. ആരാധന ദൈവത്തിനുള്ളതാ. മനുഷ്യനും ദൈവം ഒന്നായി തീരുന്നത് ആരാധനയിലാകുന്നു. ആ ആരാധനയിൽ അവൻ ദൈവശക്തി വ്യാപരിച്ചു. എൻ്റെ കുഞ്ഞിൻ്റെ മേൽ വ്യാപരിക്കുവാൻ ഇടയായിത്തീർന്നു. പ്രിയരെ, 1 മാസം കഴിഞ്ഞു. വീണ്ടും കോട്ടയം മെഡിക്കൽ കോളേജിൽ ഞാൻ എൻ്റെ പൈതലുമായി കടന്നു ചെന്നു. അവിടെ എക്സ്റേ എടുത്തു. ആ ഡോക്ടർ KR മോഹനൻ അത്ഭുതത്തോടെ എന്നോട് പറയുവാനിടയായി തീർന്നു. ആ എക്സ്റേ ഫിലിം കണ്ടിട്ട്, ഓ ബ്രദർ, ഐ കാൺട്ട് ബിലീവ് ഇറ്റ്, എനിക്കിത് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല. നിങ്ങൾ നോക്കിയാട്ടെ, നിങ്ങളുടെ കുഞ്ഞിൻ്റെ അസ്ഥികൾക്കുള്ളിൽ മജ്ജയില്ലാത്ത സ്ഥാനത്ത് മജ്ജ വന്ന് നിൽക്കുന്ന കാഴ്ച. പ്രൈസ് ദി ലോർഡ്. ഈ സമയം ഞാനിത് നിങ്ങളുടെ മുൻപാകെ പരസ്യമായി പറയുന്നത്, ശാസ്ത്രത്തെ ശാസ്ത്രം കൊണ്ട് നേരിടാം, അതുപോലെ യുക്തിയെ യുക്തി കൊണ്ട് നേരിടാം. എന്നാൽ അനുഭവത്തെ ആർക്കും ഖണ്ഡിക്കുവാൻ കഴിയുകയില്ല. മനുഷ്യൻ തൻ്റെ ജ്ഞാനബുദ്ധിയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവിക അസ്തിത്വത്തെ ചോദ്യം ചെയ്യുമ്പോൾ, തൻ്റെ ബുദ്ധിയെ ദൈവസന്നിധിയിൽ അബലമാക്കിക്കൊണ്ട് പരിഹരിക്കുവാൻ കഴിയാത്ത പരീക്ഷകളുടെ മുൻപിൽ, പ്രശ്നാധിഷ്ഠിതമായ വിഷയങ്ങളുടെ മുൻപിൽ ദൈവത്തെ ആരാധിക്കുവാൻ മനസ്സ് വെക്കുമെങ്കിൽ ഏത് വിഷയത്തിൻ്റെ മേലും ആരാധനയുടെ മധ്യത്തിൽ വിടുതലുണ്ട്. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ ബന്ധനസ്ഥരായി, കാൽക്കരങ്ങൾ ആമത്തിൽ ബന്ധിക്കപ്പെട്ട് ചെങ്ങലയാൽ ബന്ധനസ്ഥരായിരുന്നു. അവരുടെ അധരം ആരും ബന്ധിച്ചിരുന്നില്ല. അവർ അധരം തുറന്നു ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങി. ആരാധനയുടേതായിരിക്കുന്ന മധ്യത്തിൽ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിച്ചു. അവിടെ ചെങ്ങലകൾ അഴിഞ്ഞു. ആമത്തിൽ നിന്ന് സ്വതന്ത്രരായി അവർ ദൈവസന്നിധിയിൽ വിടുതൽ പ്രാപിച്ചു. പ്രശ്നാധിഷ്ഠിതമായിരിക്കുന്ന വിഷയങ്ങളിൽ ഭാരപ്പെടുന്ന വ്യക്തി ജീവിതങ്ങൾ ഈ സാക്ഷ്യങ്ങൾ കേൾക്കുന്നുവെങ്കിൽ ഒട്ടും പഠിക്കേണ്ട. ജീവിക്കുന്നതായ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് ഏത് സമയം ദൈവം അനുവാദം നൽകിയിട്ടുണ്ട്. അതിന് പ്രത്യേക സ്ഥലങ്ങൾ നാം സന്ദർശിക്കേണ്ട. നാം ആയിരിക്കുന്ന ഇടത്തിൽ കർത്താവിനെ വിളിക്കുമ്പോൾ, യേശുവിൻ്റെ നാമം വിളിക്കുമ്പോൾ, സകല നാമത്തേക്കാൾ മേലായ യേശുവിൻ്റെ നാമം, ആ നാമം നമ്മുടെ ജീവിതത്തിൽ ആരാധന മധ്യത്തിൽ അത്ഭുതം പ്രവർത്തിക്കും എന്നുള്ളതായിരിക്കുന്ന സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ അനുഭവത്തിൽ നിന്ന് പങ്കുവെച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.